പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നും എപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിനെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറോമിൻ, ഇതെൻ്റെ ഭാര്യ ഷൻസി, ഇതെൻ്റെ മകള് ജോൽമരിയ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ തലോർ ഇടവംഗങ്ങളാണ്. ഞങ്ങൾ 4 വർഷമായി അബുദാബിയിലാണ് താമസിച്ചു വരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും അവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ മകൾ അവിടെ പഠിക്കുന്നു. എൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എനിക്ക് ഉണ്ടായ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം. ഏപ്രിൽ 12-ാം തീയതിയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞങ്ങളേക്ക് നയിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ കുഴപ്പമില്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. 2025 ജനുവരിയിലായപ്പോൾ എൻ്റെ ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനെല്ലാം ചേഞ്ച് ചെയ്യലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നോളജി എല്ലാം മാറ്റുന്നതും അങ്ങനെ പല തടസ്സങ്ങളും വന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ ഫെബ്രുവരിയിൽ എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 1 മാസം നോട്ടീസ് പീരീഡ് ആ കമ്പനിയിൽ കൊടുക്കണം. ആ 1 മാസത്തിനുള്ളിൽ വേറൊരു ജോലി എനിക്ക് ട്രൈ ചെയ്യാം, എനിക്ക് വേറൊരു ജോലി കിട്ടുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു റിസൈൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞാൻ റിസൈൻ ചെയ്തു. മാർച്ച് 5-ാം തീയതി ആയിരുന്നു ആ കമ്പനിയിൽ ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് മാസം തീരുന്നത് വരെ എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ എൻ്റെ മെറിറ്റിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഇവിടെ ജോസഫച്ചനും വിജയ് ബ്രദറും മറ്റു അച്ഛന്മാരെ സിസ്റ്റേഴ്സും എല്ലാം പറയുന്ന പോലെ പൂർണ്ണമായും നമ്മൾ മെറിറ്റിലാണ് ആ സമയത്ത് വിശ്വസിച്ച് പോരുന്നത്. ആ സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനോ മാതാവിന് മധ്യസ്ഥം വഹിക്കാനുള്ളൊരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിയിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം 10-ാം തീയതി ആയപ്പോൾ ജോലി കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വല്ലാതെ അലട്ടിയ ഒരു സിറ്റുവേഷൻ വന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനായി. അങ്ങനെ 10-ാം തീയതിയാണ് എൻ്റെ കൂടെയാണ് എൻ്റെ അമ്മ നിൽക്കുന്നത്. എൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോട്ട് ഞങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, 2024 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഞായറാഴ്ചയിൽ ദിവ്യബലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി. അവിടെ ഇങ്ങനെ നാട്ടിൽ ആരെങ്കിലും ലീവിന് വന്നു കഴിഞ്ഞാൽ അവർ പത്രം കൊണ്ടുവരും. ആ പത്രം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. എല്ലാ മാസവും റെഗുലറായിട്ട് ആർക്കും പത്രം അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഒക്ടോബർ മാസത്തിൽ ഒരു പത്രം കിട്ടിയിരുന്നു. അമ്മ ആ പത്രം സൂക്ഷിച്ച് അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു. ഒരു 8 മാസത്തോളം ആ പത്രം അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ പത്രം വായിച്ചിട്ടില്ല, ഞങ്ങൾ അതിന് സാക്ഷ്യങ്ങൾ വായിച്ചിട്ടില്ല, ഞങ്ങൾ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊന്നും അന്ന് കണ്ടിരുന്നില്ല. കൃപാസനത്തിനെ പറ്റി ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനോ ഉടമ്പടിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വൈഫും അപ്പം തന്നെ ഓക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ മെറിറ്റിലെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നൊരവസ്ഥ ശരിക്കപ്പോൾ വന്നിരുന്നു. നമുക്കത് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 12-ാം തീയതി ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസം രാത്രി ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ച് തുടങ്ങിയത്. അപ്പം എനിക്ക് രണ്ട് ഭൗതിക സാക്ഷ്യങ്ങളും ഒരു ആത്മീയ സാക്ഷ്യവുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം, ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മകൾ ജോൽമരിയ, മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. മകളുടെ കാര്യത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മകൾക്ക് പനി വരുമായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പനി വരും. സ്കൂളിലേക്ക് പോയാൽ പിറ്റേ ദിവസം പനി വരുന്നു, ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നു, ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഇത് ഒരു 1.5-2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിരുന്നു. അപ്പോൾ അവസാനത്തെ 1 വർഷമായിട്ട് ഞങ്ങൾ റെഗുലർലി 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് ചെയ്തിരുന്നു. ആ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് മകളുടെ അഡിനോയിഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് എൻലാർജ് ആവുന്നുണ്ട്, വലുതാവുന്നുണ്ട്. അതുകൊണ്ടാണ് മകൾക്ക് ഈ കോൾഡും അതുപോലെ തന്നെ തുടർന്ന് പനിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് അത് ചെറുതാവുന്നുണ്ടായിരുന്നില്ല. എല്ലാ 2 മാസം റെഗുലർ ചെക്കപ്പിലും അതങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ഉടമ്പടി ഞങ്ങൾ ഏപ്രിൽ 13-ാം തീയതി തൊട്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഭജനവായനയും വിശുദ്ധ കുർബാനയും എല്ലാം ഞങ്ങൾ ചെയ്ത് ആ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആ ട്രാക്കിലേക്ക് ഞങ്ങൾ വന്നു തുടങ്ങി. 7-ാമത്തെ ദിവസം, അതായത് ദുഃഖ ശനിയാഴ്ചയായിരുന്നു മകൾക്ക് പിന്നീട് കിട്ടിയ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. അതിനും ഒരു കാരണമുണ്ട്. ഞങ്ങൾ ജനുവരിയിൽ ലീവ് കഴിഞ്ഞ് അവിടെ അബുദാബിയിൽ തിരിച്ചെത്തിയപ്പോൾ തൊട്ടേ വൈഫ് മകളുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2 മാസം കൂടുമ്പോൾ കാണിക്കണം. പക്ഷേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പലതരം തടസ്സങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ഡോക്ടർ ലീവിന് പോകും, അല്ലെങ്കിൽ വേറെ ചില കാരണങ്ങൾ വേറെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടും അങ്ങനെ. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് വൈഫ് ട്രൈ ചെയ്തപ്പോൾ അപ്പം തന്നെ ഞങ്ങൾക്ക് ദുഃഖ ശനിയാഴ്ച 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടേ തന്നെ മാനുഷികമായിട്ടുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു അടയാളം ഞങ്ങൾ പല സാക്ഷ്യങ്ങളും കണ്ടിട്ടുണ്ട്. മഴവില്ല് മാതാവ് കാണിച്ചു കൊടുത്തു, മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു, അതുപോലെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ദുഃഖ വെള്ളിയാഴ്ച 6-ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെഴുകുതിരി എല്ലാം ഊതി ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൽ ശരിക്കും മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് എന്തോ ഒരു അത്ഭുതം, എന്തോ ഞങ്ങളുടെ നിയോഗങ്ങളിൽ മാതാവ് നടത്താൻ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഭാര്യ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഡോക്ടറെ നമ്മൾ ഈ കൺസൾട്ടൻറ്റിന് ചെല്ലുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടിയും എടുത്തു നോക്കുകയും വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട്, മകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഭാര്യ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മാതാവിൻ്റെ ഈ രൂപം തെളിഞ്ഞു വന്ന് പിറ്റേ ദിവസം ദുഃഖശനിയാഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ ഞങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു. അതിലെല്ലാം നോർമലാണ്. മകളുടെ ആ അഡിനോയിഡ് ഗ്ലാൻഡ് ചെറുതാവുന്നതായിട്ട് കണ്ടു. ഇനി സർജറി ഒന്നും വേണ്ട. മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും സർജറി വേണം. ഒപ്പം തന്നെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇയറിലെ ചെവിയിലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എപ്പോഴും ഇൻഫെക്ഷൻ പോലെ വന്ന് അത് ചിലപ്പോൾ ചെവിയിലെ കേൾവിശക്തി തന്നെ നഷ്ടപ്പെടാത്ത സിറ്റുവേഷനും വരെ വരാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം ഈ ദിവസത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ടെൻഷനെല്ലാം മാറി. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഇതെല്ലാം ചെറുതായി വരുന്നുണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രം ഇനി കഴിച്ചാൽ മതി, അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അതേ പിന്നെ ഇതുവരെ മകൾക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു പനിയോ ഒരു ബുദ്ധിമുട്ടോ മകൾക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഞങ്ങളൊരു നിയോഗമായിരുന്നു മകളുടെ ഈ രോഗസൗഖ്യം. ഞങ്ങളുടെ ആദ്യത്തെ നിയോഗത്തിൻ്റെ ഇതായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത് ഞാനിതുപോലെ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ്. ജോലി ഞാൻ മാർച്ച് മാസം കഴിഞ്ഞു. ഞങ്ങൾ ഏപ്രിലിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ വിജയപ്രദയുടെ ടോക്കുകളും സാക്ഷ്യങ്ങളും ഒരുപാട് കണ്ടു തുടങ്ങി. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നിട്ടുള്ള ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരികയും പൂർണ്ണമായിട്ടും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനും സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയിൽ മാത്രം മുന്നോട്ട് പോകാനുള്ളൊരു കൃപ ആ സമയത്ത് കൂടുതലായിട്ട് കിട്ടിയിരുന്നു. അതിന് മുന്നത്തെ വരുന്ന ഞാൻ ഇൻ്റർവ്യൂവിൽ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിലെല്ലാം കൂടുതലും ഞാൻ എൻ്റെ മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിരുന്നു കൂടുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലും പ്രാർത്ഥനയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. മുഴുവനായിട്ടും ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഞാനപ്പോൾ ഒരു 100ഓളം അപ്ലിക്കേഷൻസ് ഞാൻ പല ജോബ് സെർച്ച് വെബ്സൈറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജോബിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നിന്ന് 2-3 കോളുകൾ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പഴയ കൊളീഗ്സിൻ്റെ അടുത്ത് ജോലി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അവിടെ UAE പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി എനിക്കൊരു 6-7 ഇൻ്റർവ്യൂകൾ എനിക്ക് വന്നിരുന്നു. ആ ഇൻ്റർവ്യൂകളെല്ലാം ഞാൻ റിജക്റ്റ് ആയി പോയിരുന്നു. അതും എന്തോ ഒരു തടസ്സമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു തടസ്സമുണ്ട്, നമുക്ക് അത് മാറിക്കിട്ടണം. അങ്ങനെ നമുക്ക് മനസ്സിലായിരുന്നത്. പക്ഷേ ഞങ്ങൾ IT ജോലിയിൽ നമുക്ക് ചിലവർക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ ഇൻ്റർവ്യൂ ചിലപ്പോൾ 6-7 റൗണ്ട്സൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ സൈഡിൽ പിന്നെയും ചിലപ്പോൾ 3-4 റൗണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് റൗണ്ട്സ്, ഒരു ടോട്ടൽ ഒരു 8 റൗണ്ടൊക്കെ വരെ പോകാം ചിലപ്പോൾ ചില ഇൻ്റർവ്യൂസ്. അപ്പോൾ ഞാൻ അവിടെ ഈ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മാതാവ് 2 തരത്തിലുമാണ് നമ്മുടെ ഉടമ്പടിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഒന്ന് നമുക്ക് സമയ ചുരുക്കത്തിലും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നതും. അപ്പോൾ എൻ്റെ ഈ ജോലിയുടെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് മാതാവ് ലൈറ്റ് വെയിറ്റ് എന്നൊരു കാര്യത്തിലാണ് മാതാവ് കൂടുതലായിട്ടും ഇടപെട്ടിരിക്കുന്നു തോന്നിയത്. കാരണം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ഇത്രയും 8 റൗണ്ടോ 7 റൗണ്ടോ ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, എനിക്ക് 1-2 റൗണ്ടോ ഇൻ്റർവ്യൂ മതി, അങ്ങനെ എനിക്ക് വരണമെന്ന് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ IT ഇൻ്റർവ്യൂവിൽ നമുക്ക് ടെക്നിക്കലായിട്ട് നമുക്ക് തിയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ പ്രാക്ടിക്കലായിട്ടും ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പ്രാക്ടിക്കലായിട്ടൊന്നും ചോദിക്കേണ്ട സിറ്റുവേഷൻ വരരുത്, തിയറിയിൽ തന്നെ എല്ലാം നടന്നു പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ വൈഫ് 1-2 തവണ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു വൈഫ്. അങ്ങനെ ഒരു ദിവസം അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് മാതാവ് ഒരു അടയാളം കാണിച്ചു തരുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞതിനുപോലെ. അങ്ങനെ ഈ മെയ് മാസം ഒരു 20-ാം തീയതി കഴിഞ്ഞിട്ട് വൈഫ് ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് പേര് മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വൈഫ് പോയിട്ട് അവിടെ ചോദിച്ചു, ഇത് എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരാദ്യം വൈഫിനോട് ചോദിച്ചത് വിൽ യു റിസീവ് മമ്മ മേരി എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ മാതാവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് വൈഫിനോട് ചോദിച്ചത്. വൈഫിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. വൈഫ് കേട്ടപ്പോൾ തന്നെ വൈഫ് ഓക്കെ പറഞ്ഞു. അത് ശരിക്കും ഒരു ലീജിയൻ ഓഫ് മേരി എന്ന സംഘടനയിലെ പ്രവർത്തകരായിരുന്നു. അവരിങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിലേക്ക് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 10 ദിവസമോ 12 ദിവസമോ
വെച്ച് പ്രാർത്ഥിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവരത് കൊണ്ടുപോകും, മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും. പക്ഷേ ഞങ്ങൾ പലതവണ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, മാതാവ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ 24-ാം തീയതി, മെയ് 24-ാം തീയതി മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ അവർ കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അന്ന് മുതലേ മാതാവിന് സമ്പൂർണ്ണ ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു, മാതാവ് വന്നിട്ടുണ്ട്, അടുത്ത അടയാളം തന്നിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ജോലിയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഞങ്ങൾക്കത് ഏകദേശം ഉറപ്പായിരുന്നു, ജോലി തരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ള വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു, സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്ന പോലെ. അപ്പം മെയ് 31-ാം തീയതിക്ക് മുന്നേ, മാതാവിൻ്റെ മാസമാണ് മെയ് മാസം 30-ാം തീയതി മുൻപ് എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിന് മെയ് 30-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ ഓഫർ ലെറ്റർ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. മെയ് 29-ാം തീയതി വരെ എനിക്ക് മുമ്പ് വന്ന ഇൻ്റർവ്യൂകളെ റിജക്റ്റ് ആവുകയും ഒന്നും നടക്കാതെ, ഒന്നുമില്ലാത്ത അവസ്ഥ. അതായത് 29-ാം തീയതി കഴിഞ്ഞാൽ 2 ദിവസം ബാക്കിയുള്ളൂ. ആ 29-ാം തീയതിയാണ് എനിക്ക് ഞാൻ മുമ്പ് മാർച്ച് മാസത്തിൽ ഞാനൊരു കൊളീക്കിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞാൽ ആ കൊളീക്ക് എന്നെ വിളിക്കുകയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു 29-ാം തീയതി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ഓഫർ ഇട്ട് തരാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ വന്ന പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ ചിലപ്പോൾ 1, 2, 3, 4 റൗണ്ട്സ് വരെ പോകാം. അത് ഞാൻ സെലക്ട് ആയ മാത്രമാണ് എനിക്ക് ഓഫർ ഇട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 29 അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് 29-ാം തീയതി തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി വിശുദ്ധ വസ്തുക്കളോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വിശ്വാസവും പിന്നെ ഞങ്ങളുടെ കൃപാസനം പത്രവും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ മാത്രമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ എനിക്ക് അറിയുന്ന എന്തെങ്കിലും ചോദിക്കണേ, അത് ചോദിച്ച് എനിക്ക് പറയാൻ പറ്റണേ, ലൈറ്റ് വെയിറ്റ് ആക്കി തരണേ, റൗണ്ട്സ് ഒന്നും അധികം ഇല്ലാണ്ടാവണേ, പ്രാക്ടിക്കലൊന്നും ചോദിക്കില്ലേ, ഇതെല്ലാം ഞാൻ മാതാവിനോട് കണ്ടീഷൻ പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഒരൊറ്റ റൗണ്ട് ഇൻ്റർവ്യൂ ആ ക്ലയൻറ്റിന് ഉണ്ടായുള്ളൂ. അത് അബുദാബിയിലൊരു വലിയ ക്ലയൻറ്റാണ്, വലിയൊരു കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഒരു എയർലൈൻ കമ്പനിയാണ്. അവരുടെ ഒറ്റ റൗണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ഉണ്ടായുള്ളൂ. മാത്രമല്ല ഒരു 15 മിനിറ്റ് മാത്രമാണ്. ഞങ്ങൾ ചില ഇൻ്റർവ്യൂകൾ ചിലപ്പോൾ 1 മണിക്കൂർ തന്നെ ഒരു റൗണ്ട് ഇൻ്റർവ്യൂ പോകാം. അതെല്ലാം ഒരു 15 മിനിറ്റിൽ ചുരുങ്ങുകയും അതുപോലെ തന്നെ എനിക്ക് 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അതിനെല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ 29-ാം തീയതി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായി, നിങ്ങൾക്ക് ഞാൻ ഓഫർ ലെറ്റർ തരാമെന്ന് എൻ്റെ കമ്പനി പറയുകയും 30-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു. അപ്പം 29-ാം തീയതി 30-ാം തീയതിയുമായിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാതാവ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, ഭയങ്കര പ്രാധാന്യമുണ്ടെന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കിട്ടിയൊരു സിറ്റുവേഷനായിരുന്നു അത്. വെറും 2 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഈ പറഞ്ഞ 2 സാക്ഷ്യങ്ങളും ഞങ്ങളുടെ ഭൗതിക സാക്ഷ്യങ്ങളാണ്. 3ാമത് പറയാൻ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. അതായത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ യുവാക്കളാണ്, ഞാനും എൻ്റെ ഭാര്യയും. അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇന്നത്തെ യുവാക്കളുടെ പോലെ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന കൂടുതലും മൊബൈലിലായിരുന്നു. ഞങ്ങൾ മൊബൈലിലെ ഷോർട്സ് കാണുന്നതും യൂട്യൂബ് കാണുന്നതും കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് മൊബൈലിലായിരുന്നു. പലപ്പോഴും എൻ്റെ അമ്മയോ അല്ല വൈഫിൻ്റെ അമ്മയോ ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഓൺലൈൻ കുർബാനയിലായിരുന്നു കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കൊറോണ കാലത്ത് ഓൺലൈൻ കുർബാനയിലേക്ക് വന്നിട്ട് പിന്നെ ഇതൊന്നും നമ്മൾ മോചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുർബാന കാണുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ കുർബാനയ്ക്ക് നേരിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തിയിരുന്നു. മകളുടെ കാര്യം പറഞ്ഞ പോലെ പലപ്പോഴും മകൾക്ക് അസുഖത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ആ കാരണം പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക, ഈ ടാക്സിയിൽ പോകണമെന്ന് പറയുന്ന കാരണങ്ങൾ പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക, ഇങ്ങനെല്ലാം ഓൺലൈനിലേക്ക് മാറാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വന്ന വലിയൊരു മാറ്റമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും ദിവ്യബലിക്ക് പോകുന്നു. ഞങ്ങൾ അബുദാബിയിൽ ദിവ്യബലിക്ക് പോകുന്നു. ഏതെങ്കിലും കുർബാനയ്ക്ക് ദിവ്യബലിക്ക് ഞങ്ങൾ പോകും. നേരിട്ട് ദിവ്യബലി കാണുന്നു, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നു. മുമ്പ് വൈഫും അമ്മയൊക്കെ പിന്നെയും കുമ്പസാരിക്കുന്ന ആളായിരുന്നു. ഞാൻ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലൊക്കെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. സത്യം പറഞ്ഞാൽ ഒരു തെറ്റോ 2 തെറ്റോ ചെയ്തു എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ പോയി കുമ്പസാരികളുടെ മനസ്സിപ്പോൾ എനിക്കുണ്ട്. അപ്പം അത് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾ മാതാവ് ലീജിയൻ ഓഫ് മേരിയുടെ ഒരു ഇത് പറഞ്ഞല്ലോ, അത് മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ വന്ന പിന്നെ തൊട്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് സമ്പൂർണ്ണ ജപമാലയുടെ ഒരു ഐഡിയ കിട്ടുന്നത്. ആദ്യം അതിനു മുമ്പ് ഞങ്ങൾക്ക് പലപ്പോഴും സാക്ഷ്യത്തിൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല സമ്പൂർണ്ണ ജപമാല.
അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും അന്ന് മുതലേ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ സമ്പൂർണ്ണ ജപമാലയാണ് ഞങ്ങൾ ചെല്ലുന്നത്. മുടങ്ങാതെ സമ്പൂർണ്ണ ജപമാല ചെല്ലും. മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അരമണിക്കൂറിന് മേലെ പോകുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പോൾ സമ്പൂർണ്ണ ജപമാലയും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു പോകുമ്പോഴോ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമ്മൾ സമ്പൂർണ്ണ ജപമാല ഒരുപാട് എത്തിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ എണീക്കാൻ, ഇപ്പം ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ ട്രാക്കില്ലാത്ത ആൾക്കാരെ ട്രാക്കിലാക്കാനുള്ളൊരു സംഭവമാണ് ശരിക്കും ഈ ഉടമ്പടി. അപ്പോൾ നേരത്തെ എണീക്കാനും 5:30 എണീക്കുന്നു, അല്ലെങ്കിൽ 5:30 അതിന് മുന്നേ നമ്മൾ എണീക്കുന്നു, ഒരു കുരിശിൻ്റെ വഴി ചെല്ലുന്നു, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ഓർഡർ വരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പത്രം ഇങ്ങനെ ആരെങ്കിലും ലീവിന് വന്നിട്ട് അവർ പത്രം അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് പത്രം കിട്ടുന്ന ഒരു ഓപ്ഷനാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി, ഒരു US ഒരു സഹോദരനും സഹോദരിയും സാക്ഷ്യം പറഞ്ഞു. അവർക്ക് ഇതുപോലെ പത്രം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നപ്പോൾ അവരൊരു പത്രം കിട്ടിയപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് അവർ തന്നെ അത് പ്രിൻ്റ് എടുത്തിട്ട് ഡിജിറ്റൽ കോപ്പി കിട്ടി, അവർ പ്രിൻ്റ് എടുത്തിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം കേട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3ാമത്തെ മാസമാണ്. ആദ്യത്തെ 2 മാസം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ ഓരോ മാസത്തെ പത്രം ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ മുടങ്ങാണ്ട് കാണാറുണ്ട്. അത് ഞങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം മാക്സിമം ഞങ്ങൾ ലൈവാണ് കാണാറ്, അത് യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങളിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞാൻ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യത്തിൽ അധികം അങ്ങോട്ട് ഇൻവോൾവ് ആവാത്ത ഒരാളായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ആത്മീയമായി ഒന്നും ഞാൻ ഷെയർ ചെയ്യാണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പം മുമ്പ് ആരെങ്കിലും ആത്മീയമായിട്ടൊരു വചനം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എന്തിനിപ്പോൾ ഇത് ഷെയർ ചെയ്യണേ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ എനിക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു. അതെല്ലാം ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണ്. നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് കിട്ടുകയും അത് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ധനസഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയല്ല, നാട്ടിലെ അനാഥാലയങ്ങളിൽ നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്, ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് 1 മാസമായിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ സ്ഥിരം പോയി തുടങ്ങിയപ്പോൾ അവിടുത്തെ ജീസസ് യൂത്ത് സംഘടനയുമായിട്ട് ഞങ്ങൾ കൂടിച്ചേരുകയും, അപ്പോൾ അവിടെ ഇങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുമ്പോൾ അവർ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അവരെ നമ്മൾ ചെന്ന് കാണുകയും അവർക്ക് പറ്റാവുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അത് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇതെല്ലാം പുറമെ ഞങ്ങൾക്ക് ഇപ്പം റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വലിയൊരു അനുഭവസാക്ഷ്യം കൂടി ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ വചനം പറയുന്ന പോലെ, നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് അവിടെ നിന്ന് നൽകുമെന്നുള്ള വചനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു സാക്ഷ്യമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. അപ്പം എനിക്ക് വിസ കിട്ടി, വിസ അടിച്ചിട്ടൊരു 2 വീക്സോളം 1 വീക്കോളം ആയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് എമിറേറ്റ്സ് ID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്, നമ്മുടെ ആധാർ കാർഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതെനിക്ക് കിട്ടിയിരുന്നില്ല. അത് കിട്ടിയാൽ മാത്രമായിരുന്നു എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ എയർപോർട്ടിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും, ഫിസിക്കൽ കാർഡ് നമുക്ക് വേണം. അത് കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്തതിനേക്കാൾ മുൻപായിട്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. എൻ്റെ മകളുടെ രോഗസൗഖ്യത്തിൻ്റെയും എനിക്ക് കിട്ടിയ ജോലിയുടെയും സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ വന്നിരുന്നു. ആ തടസ്സങ്ങളെല്ലാം ഓരോന്ന് മാറി ലാസ്റ്റ് വന്ന തടസ്സമാണ് യുദ്ധത്തിൻ്റെ പ്രശ്നം. യുദ്ധത്തിൻ്റെ പ്രശ്നം വന്നു, ഫ്ലൈറ്റ് ക്യാൻസലായി, എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല. അവിടെ ദൈവത്തിനോ മാത്രം ഇടപെടാൻ പറ്റുന്നൊരു സാധനമാണ്. അതും ബോധ്യപ്പെടുത്തി തരാനായിരിക്കും യുദ്ധം നമുക്ക് വേണ്ടി ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസത്തിൽ വരാൻ വേണ്ടിയിട്ട് അതും കൂടി ഒരു കാരണമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ എമിറേറ്റ്സ് ID കിട്ടാനായിട്ട് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് പോകുന്നു, എമിറേറ്റ്സ് ID നിങ്ങളുടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 1-ാം തീയതി ജോയിൻ ചെയ്യണം, ജൂലൈ 1-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് ഒരു 4 ദിവസത്തെങ്കിലും നാട്ടിലേക്ക് വരാൻ വന്നാലാണ് എനിക്ക് കൃപാസനത്തിൽ വരാനും സാക്ഷ്യം പറയുവാനും എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഒരു ടൈം കിട്ടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ എമിറേറ്റ്സ് ID 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോഴും ഉറച്ച് വിശ്വസിച്ചു, എന്തെങ്കിലും ഒരു വഴി മാതാവ് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ ഇവരെ കൊറിയർ സർവീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട്. ഞാൻ മുമ്പും അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ഓപ്ഷനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് കോൺടാക്ട് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫിസിക്കൽ എമിറേറ്റ്സ് ID നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾക്ക് എമിറേറ്റ്സ് ID എനിക്ക് കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഖത്തറിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുകയും
ബുദ്ധിമുട്ടുകൾ വരികയും എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയും എയർപോർട്ട് ക്ലോസ് ചെയ്യാൻ പോകണമെന്ന് അങ്ങനെ പ്രശ്നം വന്നു. ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ അടിച്ചു. ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നിട്ടും ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കുമെന്ന് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. എങ്കിലും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. പലപ്പോഴും വിജയ് ബ്രദർ ടോക്കിൽ പറയാറുണ്ട്, ആദ്യം നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കാര്യം നീ ആദ്യം ചെയ്യുക, അപ്പം നിൻ്റെ കാര്യങ്ങൾ ദൈവം നോക്കിയോളും എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ ടോക്ക് ശരിക്കും ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വചനവും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ഒന്നും അസാധ്യമല്ല എന്നുള്ളത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 2:30 കൂടിയിട്ടാണ് ന്യൂസ് വരുന്നത്, ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്, എയർ സ്പേസ് വീണ്ടും ഓപ്പൺ ചെയ്തു, അറ്റ്ലീസ്റ്റ് ഇന്ന് ഫ്ലൈറ്റ് ഓടാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതും എല്ലാം സാധ്യമാകുന്നൊരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയെങ്കിലും ഫ്ലൈറ്റ് കിട്ടുകയും ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയത്. പുലർച്ചെ എത്തി ഞങ്ങൾ വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങൾ പാരൻസിനെ കൊണ്ട് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡ് ജോലി ജോയിൻ ചെയ്യുന്നേക്കാൾ മുമ്പ് വന്ന് പറയണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിന് 1000 നന്ദി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ, അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജെറമിയ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞും കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. സഹോദരൻ സൂചിപ്പിച്ചു, ആദ്യം ഓൺലൈൻ ഉടമ്പടിയിൽ തുടങ്ങുവാൻ കാരണം കുഞ്ഞിനുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥയാണ്, അഡ്നോയിഡിലൂടെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾ. എന്നാൽ അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അത് ഒത്തിരി നാളായി ഒരു ഡോക്ടറിൻ്റെ അസൈൻമെൻറ്റ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അതുപോലും കിട്ടാതെ ഓരോന്നും ഇങ്ങനെ നീണ്ടു പോയത്. ആ ഉടമ്പടി എടുക്കുന്നത് ഒശാനയുടെ തലേ ദിവസമെന്ന് സൂചിപ്പിച്ചു. ശനിയാഴ്ച 12-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് 9-ാം ദിവസം 19-ാം തീയതി കുഞ്ഞിന് കൃത്യമായിട്ട് ഡോക്ടറിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുകയും എല്ലാ പരിശോധനകളും നടത്തുകയും കുഞ്ഞിന് അഡ്നോയിഡ് സംബന്ധിച്ചുള്ള ഒരു രോഗാവസ്ഥയും കുഞ്ഞിനിപ്പോൾ ഇല്ലെന്നും സാധാരണ പോലെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന സന്ദേശമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. അതാണ് ഈ കുടുംബത്തെ വളരെ ആഗ്രഹത്തോടുകൂടി ഉടമ്പടി ജീവിതം ഉറച്ചു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്. സഹോദരൻ പറഞ്ഞു, ഏറെ നാളായി കൃപാസനം പത്രം കയ്യിലുണ്ടായിരുന്നു, എങ്കിലും അത് വായിക്കാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ കുഞ്ഞിന് കിട്ടിയ ഈ രോഗത്തിൻ്റെ സൗഖ്യം സഹോദരൻ ആ നാളുകളിൽ കടന്നുപോയിരുന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് മറ്റൊരു ജോലി കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതും ഏറെ തടസ്സങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മടങ്ങിപ്പോകുന്നത്. ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ മെയ് 31 ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുള്ളിൽ ജോലിയുടെ കാര്യങ്ങൾ ശരിയാകണമെന്ന് സഹോദരൻ പറയുന്നുണ്ട്. 29-ാം തീയതി വരെ ഒട്ടനവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും റിക്വസ്റ്റുകൾ അയക്കുകയും ചെയ്തിട്ട് ഒരിടത്ത് പോലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാതൊരു പ്രോസസ്സും മുന്നോട്ട് പോയില്ല. 29-ാം തീയതി അവിചാരിതമായി ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും അത് 4, 5, 6 റൗണ്ട് പോകേണ്ടത് ഒറ്റ റൗണ്ടിൽ 10-15 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ പൂർത്തീകരിക്കുകയും ജോലി അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മകൻ പറഞ്ഞു, അത് സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്, അതോടൊപ്പം ലൈറ്റ് വെയ്റ്റ് സാക്ഷ്യവുമാണ്. കാരണം വലിയ ഹൃദയഭാരത്തോടുകൂടി വരുമാന സ്രോതസ്സുകളൊക്കെ ഏതാണ്ട് അടഞ്ഞ് എന്താകും ഇനി ഭാവിയെന്ന് കരുതിയ നാളുകളിൽ അമ്മ മാതാവ് പ്രത്യേകമാംവിധം ആ ഉടമ്പടിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബം ഒരുമിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അമ്മയുടെ തിരുനടയിൽ ജീവിതം കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയും ചെയ്ത കാരുണ്യ പ്രവൃത്തികളും ഒക്കെ അവരെ സഹായിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഓരോ അടയാളം അവരുടെ ഉടമ്പടി കാലത്ത് ഒരു അനുഗ്രഹത്തിന് മുമ്പ് ലഭിച്ചതിനെക്കുറിച്ചും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം ലിജൻ ഓഫ് മേരിയുടെ മാതാവിനെ വീട്ടിൽ സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കുകയും
അത് വീട്ടിൽ സ്വീകരിച്ച് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ജോലിയുടെ കാര്യങ്ങൾ ശരിയായി. അങ്ങനെ 29-ാം തീയതി ജോലി ശരിയാവുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നന്നായി പോവുകയും ചെയ്തു. ഒരാഗ്രഹം ജൂലൈ മാസം കയറേണ്ട ജോലിക്ക് അതിനു മുമ്പ് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. ഗൾഫിൽ വന്ന യുദ്ധങ്ങൾ, അതിലൂടെ ഉണ്ടായ മറ്റു വിഷയങ്ങൾ, പെട്ടെന്ന് ഖത്തറിൽ വന്ന ആക്രമണം, അത് ഖത്തറിൻ്റെ എയർ സ്പേസ് അടച്ചത്, ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ എയർ സ്പേസ് അടച്ച നിമിഷങ്ങളിലാണ്. സഹോദരൻ പറയുന്നുണ്ട്, അപ്പോഴും വിജയകുമാർ സാറ് തൻ്റെ ശുശ്രൂഷകളിൽ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം ദൈവത്തോട് പറഞ്ഞതും ദൈവത്തിനുള്ളതും ചെയ്യുക, നിങ്ങളുടെ കാര്യം ശരിയായിക്കൊള്ളും. അതാണ് പൂർണ്ണമായും വിശ്വസിച്ചത്. ദൈവത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എത്ര കണ്ട് കലുഷിതമാണെങ്കിലും എത്ര കണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് കൺമുൻപിൽ ഉത്തരമൊന്നുമില്ലെങ്കിലും നമുക്കത് ക്രമീകരിച്ച് തരുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറയുക തന്നെ ചെയ്യും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് എത്ര രൂക്ഷമായിരുന്നു യുദ്ധമെന്ന, എത്ര പെട്ടെന്നാണ് ഖത്തർ ആ യുദ്ധത്തിലേക്ക് വന്ന് വീഴുകയും എയർ സ്പേസ് അടയ്ക്കുകയും ചെയ്തതെന്ന്. മകൻ പറയുന്നുണ്ട്, ആ ദിവസമാണ് എൻ്റെ ടിക്കറ്റ്. ഞാൻ ടിക്കറ്റുമായി എയർപോർട്ടിൽ വരുമ്പോൾ അറിയുന്നു അത് ഇന്നേ ദിവസം യുദ്ധം തീരുന്നു, വെടിനിർത്തലായി, എയർ സ്പേസ് തുറക്കുന്നു, അല്പം വൈകിയാലും യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. ഇന്നലെ രാത്രി വൈകിട്ട് യാത്ര ചെയ്തു. ഇന്ന് വെളുപ്പിനെ നാട്ടിലെത്തിച്ചേർന്ന് ഈ അൾത്താരയിൽ മകൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടിയുടെ ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ്. അമ്മ മാതാവിൻ്റെ കരം പിടിച്ചാൽ ഏതാപത്തിൽ നിന്നും എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും അമ്മ മാതാവ് നമ്മളെ നന്നായി മുന്നോട്ട് നയിക്കും, ക്ലേശങ്ങളെ നീക്കിത്തരും, ഏതു ഭാരവും നമുക്കത് ലഘുവാക്കി മാറ്റിത്തരുമെന്ന് സഹോദരങ്ങൾ പറയുന്നു. ഞങ്ങളുടെ 3ാമത്തെ സാക്ഷ്യമാണ് പ്രധാനപ്പെട്ടത്. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്, പ്രാർത്ഥനയോടുള്ള ആഭിമുഖ്യമാണ്, കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച തീഷ്ണതയാണ്, വചനം വായിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ആഗ്രഹവും പ്രാർത്ഥനയോടുകൂടി വായിക്കുന്ന മുടക്കമില്ലാത്ത രീതികളുമാണ്. കാരണം ചെറുപ്പക്കാരായ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മ മാതാവ് കൃത്യം ട്രാക്കിലാക്കുകയും ട്രാക്കിൽ നേരെ ഓടുവാൻ വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതാണ് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും വളഞ്ഞ വഴികളിൽ നിന്നും വഴികളിലേക്ക് കൊണ്ടുവരുന്നു. ഭാരപ്പെട്ടതൊക്കെയും ലഘുവാക്കി തരുന്നു. ഏറെ നാളായി കഷ്ടപ്പെടുന്നത് ചുരുക്ക നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നു. ഓരോ നിമിഷവും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ചുരുക്കം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ അമ്മ മാതാവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.